2,10,000 ആളല്ല. നിലവിൽ ഞാൻ കൂലിപ്പണിയാണ്. ഡെയിലി എനിക്ക് കൂലി 650 രൂപയാണ്. ഈ കൂലിപ്പണിയുടെ കൂടെ എക്സ്ട്രാ ഒരു പേസ്റ്റ് വിറ്റാൽ 50 രൂപ കിട്ടും. ഒരു സോപ്പ് വിറ്റാൽ 25 രൂപ കിട്ടും. ഒരു ടോയ്ലറ്റ് ക്ലീനർ വിറ്റാൽ 25 രൂപ. ഈ 3 പ്രൊഡക്റ്റ് വിറ്റാൽ 100 രൂപ കിട്ടും. അപ്പൊ 650 രൂപ കൂടെ 100 കൂടി കിട്ടിയാൽ ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ഒരിക്കലും 2,10,000 എനിക്ക് കിട്ടുമെന്നോ സാധ്യത വളരെ സാധ്യത കുറവാണ്. കാരണം ഒന്ന്, വിദ്യാഭ്യാസം വളരെ 7ാം ക്ലാസ് വിദ്യാഭ്യാസം. നാട്ടിലൊരു സാധാരണ കൂലിപ്പണി. ഇവിടെ കുറെ പള്ളിയത്തിലുള്ള ആളുകൾ ഇതിലിരിക്കുന്നത് നന്നായിട്ട് അറിയാം. മുമ്പ് ഇപ്പൊ എന്നെ കുറച്ച് കാണാത്തുണ്ട്, ചിലപ്പോൾ അങ്ങനെ അറിയാൻ സാധ്യത കുറവാണ്. അപ്പൊ വളരെ പാവപ്പെട്ട ഇത് വന്ന സമയത്തും അപ്പൊ ഈ മേഖലയെ കുറിച്ച് പഠിക്കാനും വീണ്ടും വീണ്ടും പഠിക്കാനും ഇപ്പം 8 വർഷമായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ആദ്യമൊക്കെ എന്നെ പള്ളിയത്തങ്ങാടി പല സ്ഥലത്തുനിന്നും ആളുകൾ ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ട്. 2,10 ഇല്ലെ വൈദ്യർ, ഇങ്ങനെ പല രീതിയിൽ. ഹലോ, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഈ ചെയ്യാൻ പോകുന്ന മേഖലയെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. അന്ന് ഈ മേഖലയെ കുറിച്ച് പത്രത്തിലും അന്നും വന്ന കട്ടിങ്ങുകളും കാര്യങ്ങളും നമ്മൾ വായിക്കാനും ലീഡേഴ്സ് തരുന്ന നിർദ്ദേശങ്ങളെല്ലാം കേൾക്കാനും ശ്രമിച്ചു. അപ്പൊ പിന്നീട് പല ആളുകൾ എന്നോട് ചോദിച്ചത്, നിനക്ക് ചെയ്യാൻ പറ്റും, ഇത് ലീഡർമാർക്ക് മാത്രം വരുമാനം കിട്ടുന്ന മേഖലയാണ്, സാധാരണക്കാര ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷപ്പെടാറില്ല. ഇങ്ങനെ കുറെ, കാരണം നമ്മുടെ ഒരു സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും ആരും എന്ത് ചെയ്തില്ല, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തില്ല, സപ്പോർട്ട് ചെയ്ത ഒരാള് പോലും ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തില്ല, സപ്പോർട്ട് ചെയ്ത. പക്ഷെ ഇപ്പൊ എന്താ പറയുക വെച്ചാൽ, ഈ വരുന്ന ഫെബ്രുവരി 19-ാം തീയതി കേരളത്തിൽ ഒരു അത്ഭുതം നടക്കാറുണ്ട്. എന്താണെന്നറിയോ? കേരള മുഖ്യമന്ത്രി ഈ മേഖലയ്ക്ക് പുതിയൊരു ഗൈഡ്ലൈൻസ് കൊണ്ടുവരും. അതോടുകൂടി പ്രൊഫഷണൽ ആകാൻ പോവുകയാണ്. ഹലോ, കാരണം എന്താ അറിയോ? തൊഴിൽ മേഖലകൾ കംപ്ലീറ്റ് നഷ്ടത്തിലേക്ക് ഇല്ലാതെ പോകുന്നു. വിദേശ ജോലി സാധ്യതകൾ കുറഞ്ഞു വരുന്നു. ഇവിടുത്തെ ആളുകൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന അവസരത്തിലേക്കാണ് ഇതിന്റെ യഥാർത്ഥ വളർച്ച വരുന്നത്. ഹലോ, കാരണം ഞാൻ ട്രെയിനിങ് എടുത്ത പല സ്ഥലത്തും, നമ്മൾ അനീഷ് സാറോ ബെന്നി സാറോ എല്ലാം ട്രെയിനിങ് എടുത്ത സമയത്ത് ഒരു പത്ര കണ്ടിങ് കണ്ടിട്ടുണ്ടാവും. ട്രെയിനിങ് കേട്ട ആൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് എന്തായാലും 2025 കൂടി 1,60,00,000 ആളുകൾ ഫുൾ ടൈം കിലറായിട്ട് എന്താണ് 64,500 കോടി ഈ മേഖലയുടെ വിറ്റുവരവ് 2025 വരുമെന്ന് 2014 പഠനത്തിൽ പറഞ്ഞു. ഹലോ, 2014 ഇന്ത്യൻ എക്കണോമിക്കിന്റെ കണക്ക് പ്രകാരം വരുന്ന 11 വർഷം കഴിയുമ്പോൾ ഈ മേഖലയിലേക്ക് 1,80,00,000 ആളുകൾ ഫുൾ ടൈം ചെയ്യുമെന്നും, അങ്ങനെ ഈ മേഖലയിലൂടെ ഈ ബിസിനസ് 64,500 കോടിയിലേക്ക് വരുമെന്നും, അങ്ങനെ ചെയ്യുന്ന സമയത്ത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് 9,000 കോടി രൂപ നൽകിയിട്ടുണ്ട്. അത് തെളിയിച്ചുകൊണ്ടിരിക്കുക. അപ്പം 2015 ശ്രീധരൻ പൊട്ടനാണ് പള്ളിയത്തുള്ള പല ആളുകളും പറഞ്ഞത്. ശരിയാണോ? ശരിയാ, സത്യ. നെറ്റ്വർക്ക് മാർക്കറ്റിനെ കുറിച്ച് എത്ര അറിയാം? ഹലോ, ഈ മേഖലയെ കുറിച്ച് ആർക്കറിയാം? നിങ്ങൾ പുറത്തു പോയിട്ട് നിങ്ങളെ നാട്ടിലെ ഏറ്റവും നല്ല ഹെഡ്മാസ്റ്ററോടോ അല്ലെങ്കിൽ അടുത്ത പ്രിൻസിപ്പളോട് ചോദിക്കുക, ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യത നിങ്ങൾ ചോദിച്ചിട്ട്. നിങ്ങൾക്കല്ല, ഒരുപാട് എന്താ പറയാ അഡ്വക്കേറ്റുമാർ പറയാം, അവരോട് ചോദിക്കുക. ഇനി വേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുക, ഡയറക്ട് സെല്ലിങ് വരാൻ പോകുന്ന കാലഘട്ടം എന്താണ്? ഞാൻ മാത്രമല്ല, ഇതിൽ 93% ആളുകളും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്തല്ല, ഹലോ, അറിവില്ലാത്ത ആളുകളാണ്. എന്നും ഇത് ഞാൻ പറഞ്ഞ കണക്കല്ല, ഇന്ത്യൻ കണക്കാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ 7% ആളുകൾ മാത്രമേ എന്ത് കേട്ടിട്ടുള്ളൂ,
നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കേട്ടിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പറയുന്നത്, ഹലോ എനിക്ക് ആളെ കിട്ടിയില്ല, എങ്ങനെ ആളെ കിട്ടുക? ആളെ കിട്ടണം, നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ പുതിയ ആളുകൾ? ഹലോ, പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ കുറച്ച് രഹസ്യങ്ങൾ പറയാം. ഹലോ, പഠിക്കാൻ തയ്യാറാണ് കൈവയ്ക്കാൻ മാത്രം. എത്ര കൊല്ലം നിങ്ങൾ പഠിക്കും? ഹലോ, എത്ര കൊല്ലം അറിവുണ്ടാകുന്ന ഈ മേഖലയെ കുറിച്ച് അറിവുണ്ടാണ്. ഞാൻ പറഞ്ഞേ, തുടക്കത്തിൽ പല ആളുകളും കളിയാക്കി വിട്ട സമയത്ത് ഞാൻ ബിസിനസ് മെല്ലെ മെല്ലെ പഠിക്കാൻ തീരുമാനിച്ചു. ആദ്യത്തെ മാസം 450 രൂപ കിട്ടി. ഹലോ, ആദ്യത്തെ 4 മാസം കൊണ്ട് എത്ര കിട്ടി? ആർക്കും ചെയ്യാൻ പറ്റും ബിസിനസ്? നിങ്ങൾ ആരെങ്കിലും ചെയ്യോ? 4 മാസം വർക്ക് ചെയ്തിട്ട് 400 രൂപ കിട്ടിയാൽ ചെയ്യോ? അല്ലേ? ഞങ്ങളുടെ കൈ പൊതിച്ചിട്ട് അതിനെ കൂട്ടില്ല. ഏത് മേഖലയിലാണ് പഠിക്കാതെ സമയം ഇൻവെസ്റ്റ് ചെയ്യാതെ വരുമാനം കിട്ടുക? ഹലോ, ഇവിടെ ഷോപ്പിംഗ് ഇരിക്കുന്നുണ്ട്, ലക്ഷങ്ങൾ മുടക്കി പള്ളിത്തങ്ങനെ കച്ചവടം നടത്തുന്നത് അല്ലേ? എപ്പൊ കിട്ടി ലാഭം? 5 വർഷം കഴിഞ്ഞിട്ടുണ്ടാ ലാഭം തുടരണമെങ്കിൽ. ചോദിച്ചോളൂ. ഹലോ, ഇവിടെ എല്ലാവർക്കും എന്ത് വേണം? ഹലോ, പെട്ടെന്ന് കിട്ടിയില്ല കേട്ടോ. ഇവിടെ 2,10,000 കിട്ടുമെന്ന് ജയസാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2,10,000 വലിയ പ്രശ്നമൊന്നുമല്ല. എനിക്കിപ്പോ 2,00,000 മതിയായിട്ടുള്ള പ്രശ്നമാണ്. ഹലോ, ഞാൻ വന്നത് 100 രൂപക്കാണെങ്കിൽ ഇപ്പൊ 2,10,000 എന്തല്ല? കഴിഞ്ഞ ദിവസം 11 ദിവസം ദുബൈ കളിച്ചോ 1 ലക്ഷം രൂപ എന്തിനുണ്ടാതെയോ? ഒരു പർച്ചേസിന് പോലും ഇല്ല. പോയാലേ അപ്പൊ 2,10,000 കിട്ടും, ആർക്കും കിട്ടും, പ്രശ്നമില്ല. പക്ഷെ എന്ത് ചെയ്യണം? തുടക്കത്തിൽ വരുമാനം കിട്ടില്ലായിരുന്നു. കിട്ടുന്ന സമയം വരെ ഇത് പഠിക്കണമെന്നു. പഠിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ആദ്യത്തെ 4 മാസം പഠിച്ചു, ഒന്നും കിട്ടിയില്ല. 450 കിട്ടി. വണ്ടിക്ക് എണ്ണ അടിക്കണമെങ്കിൽ ചിലപ്പോൾ 10,000-15,000 ചിലവായിട്ടുണ്ടാവും. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാഹചര്യം എന്തിനാകുന്നില്ല. 2015 ശ്രീധരൻ 3,750 പ്രൊഡക്റ്റ് എടുത്തത് മംഗലാപുരത്ത് പോയിട്ടാണ്. ഇവിടെ വന്ന് ഒരു പേസ്റ്റ്, ഒരു സോപ്പ് ഇങ്ങനെ വിറ്റു. ആ പൈസ അത് അങ്ങനെ തന്നെ സ്വരൂപിച്ചു. വീണ്ടും എന്ത് ചെയ്തു? അത് 10,000 ആക്കി വീണ്ടും മംഗലാപുരത്ത് പോയി. ഇപ്പൊ പല ആളുകളും